അമ്മൂട്ടി, ഫോൺ മാറ്റി വെച്ചിട്ട് ആഹാരം കഴിക്കേ. വൈകിട്ടൊരു കാലിച്ചായ കുടിച്ചല്ലേ നീ? ചക്ക വേവിച്ച് വെച്ചിട്ട് കഴിച്ചില്ല. ബിസ്ക്കറ്റ് കഴിക്കാൻ പറഞ്ഞപ്പോൾ അതും വേണ്ട. ചോറ് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ചപ്പാത്തി ഉണ്ടാക്കിയത്. ഇപ്പൊ അതും കഴിക്കാതെ നുള്ളിപ്പിച്ചിരിക്കുന്നോ? മര്യാദയ്ക്ക് ആ ചപ്പാത്തി എടുത്ത് കഴിക്കേ. വലിയ ടീച്ചറാണെന്നൊന്നും ഞാൻ നോക്കൂല. നല്ല പെട വെച്ച് ഞാൻ. രാത്രി ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴും ആഹാരത്തിൽ ശ്രദ്ധിക്കാതെ അവൾ ഇടയ്ക്കിടെ ഫോണിൽ നോക്കുന്നത് കാണാൻ സ്വല്പം ഒച്ചയുയർത്തി പറഞ്ഞു ശ്രീയെ. എനിക്ക് വിശപ്പ് തോന്നില്ലമ്മേ, ഉറങ്ങിയാൽ മതി എന്ന് തോന്നുന്നു. ശ്രീ ഒച്ച ഉയർത്തിയതായി കണ്ണൊക്കെ നിറഞ്ഞു പോയി അമ്മൂട്ടി വിങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല അമ്മൂട്ടി. ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത് പകുതിയും തിരിച്ചു കൊണ്ടുവരും. വന്നാലും നേരെ ചിവേ ആഹാരം കഴിക്കില്ല. ഇപ്പൊ തന്നെ നോക്ക് കുഞ്ഞേട്ടാ, അവൾക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത്. എന്നിട്ടിപ്പോ അതും വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് മോൾക്കൊപ്പം അമ്മയും കരഞ്ഞു തുടങ്ങിയിരുന്നു. അമ്മയും കൊള്ളാം, മോളും കൊള്ളാം. പറഞ്ഞ് രണ്ട് ടീച്ചർമാരും കൂടെ ഇവിടെ കണ്ണുനീർപ്പുഴ ഒഴുക്കുമെന്ന് തോന്നുന്നല്ലോ അവരുട്ടാ. രണ്ടിന്റെയും കണ്ണുനീര് കണ്ട് ബാലു ചക്കനോട് പറഞ്ഞു. വിറ്റിച്ചേട്ടൻ വാട്ടെ, അമ്മ ചേച്ചിനെ വഴക്ക് പറഞ്ഞെന്ന് പറയുന്നുണ്ട് ഞാൻ. ആരുട്ടൻ ചേച്ചിക്ക് അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവന്റെ കൈ കൊണ്ട് പിച്ചെടുത്ത ചപ്പാത്തി വെജിറ്റബിൾ കറിയിൽ മുക്കി അമ്മൂട്ടിക്ക് നിര നീട്ടി. കഴിച്ചോ, വിറ്റിച്ചേട്ടൻ വേഗം വരും. വരുമ്പോ അമ്മയ്ക്ക് ചേട്ടന്റെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങിച്ചു കൊടുക്കാം നമുക്ക്. ശ്രീ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് ആരൂട്ടൻ പറഞ്ഞു. അവന്റെ കയ്യിൽ നിന്നും അത് വാങ്ങി കഴിക്കുമ്പോൾ അമ്മൂട്ടിയുടെ കണ്ണിലും കണ്ണുനീർ ഇറ്റു വീണു. നീ കൊച്ചിനെ ഓരോന്നും പറഞ്ഞ് സങ്കടപ്പെടുത്തല ശ്രീക്കുട്ടി, നീ വാരി കൊടുക്ക്, അവള് കഴിച്ചോളും. അമ്മൂട്ടിയുടെ മുഖത്ത് സങ്കടം കാണി രാഗിണി പറഞ്ഞു. വിലാസിനെ എന്തൊക്കെ ആലോചിച്ച് അമ്മൂട്ടി തന്നെ നോക്കി എന്നതേയുള്ളൂ. കണ്ണും മുഖവും തുടച്ചൊന്ന് മൂളിക്കൊണ്ട് ശ്രീ അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി. മോൾ ഉറങ്ങിയോ ശ്രീ? അമ്മൂട്ടിയുടെ മുറിക്കുള്ളിൽ കയറി വന്ന് പാല് തിരക്കി. തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്നവളുടെ കൈ മേലെ എടുത്ത് മാറ്റി എഴുന്നേറ്റിരുന്നുകൊണ്ട് ഒന്ന് മൂളി ശ്രീ. മോൾക്ക് വൈക വലതോ ആണോ ശ്രീ? അവൾ ആകെ മാറിയതുപോലെ ഒരുപാട് മെലിഞ്ഞു കോലം കിട്ടുപോയി എൻ്റെ കുഞ്ഞ്. ഒന്നിനും വാശി കാണിക്കാത്തവൾക്കിപ്പോ എല്ലാത്തിനും വാശിയും കരച്ചിലും. വിശനെ പിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാവും. വാടി തളർന്നു മയങ്ങുന്ന അമ്മൂട്ടിയുടെ അടുത്തേക്ക് ഇരുന്ന് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ അതിലേറെ സങ്കടത്തോടെ പാലു പറഞ്ഞു. ഞാൻ വിശനെ വിളിച്ചു പറഞ്ഞു കുഞ്ഞേട്ടാ. ബാലുവിന്റെ കൈ പിടിച്ച് മുറിക്ക് പുറത്തേക്കിറങ്ങി വാതിൽ ചാരിയ ശേഷം ശ്രീ പറഞ്ഞു. വേണ്ടിയിരുന്നില്ല ശ്രീ, അവന്റെ അവസ്ഥ നമ്മൾ കൂടെ നോക്കണ്ടേ. ഇപ്പോ ഒരു വിധത്തിലും ലീവ് കിട്ടാൻ സാധ്യതയില്ലെന്ന് അന്ന് അവൻ വന്നപ്പോൾ പറഞ്ഞിരുന്നതല്ലേ. ഇതിപ്പോ അമ്മൂട്ടിയെ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവളൊരു ടീച്ചറല്ലേ. ബാലു വല്ലായ്മയോടെ പറഞ്ഞു. നമ്മൾ അറിയാതന്നെ അവൾക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ എത്രയ്ക്ക് അടക്കി പിടിച്ചാലും അവനെ കാണണമെന്നൊക്കെ അവൾക്ക് തോന്നും കുഞ്ഞേട്ടാ. അതിപ്പോ ടീച്ചറാണെന്നോ 10-25 വയസ്സായെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരാഴ്ച കൂടെ ഉണ്ട്. അതുവരെ അവനെ കാണാതിരുന്നാൽ അകത്ത് കിടക്കുന്നത് ബാക്കിയുള്ളത് കൂടെ ഒരുക്കി തീരും. ശ്രീകുട്ടി ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു. നിനക്ക് ദേഷ്യം വരാൻ പറഞ്ഞില്ല ശ്രീ, ഞാൻ അവന്റെ അവസ്ഥ പറഞ്ഞെന്നേ ഉള്ളൂ. ദേഷ്യം വന്നതല്ല കുഞ്ഞേട്ടാ, സങ്കടമാണ്. എൻ്റെ കുഞ്ഞിനെ കിടപ്പ് കണ്ടില്ലേ? അത് നേരെ ആഹാരം കഴിക്കാതെ ഒന്ന് ചിരിക്കാതെ ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്നത് കാണുമ്പോൾ എനിക്ക് വിങ്ങലടക്കി പിടിച്ചോണ്ടൊന്ന് നിർത്തി ശ്രീകുട്ടി. അവന്റെ തിരക്കൊക്കെ മനസ്സിലാക്കി വലിയ കുഴപ്പമില്ലാതെ വന്നതാണവൾ. ഇതിപ്പോ 3-4 ദിവസമായിട്ടാണ് കൊച്ചിന് ഈ കരച്ചിലും സങ്കടവും. ശ്രീ പറഞ്ഞത് കേൾക്കെ നെഞ്ചി പിടഞ്ഞുകൊണ്ട് ബാലു പറഞ്ഞു. അതിനൊരു കാരണം ഉണ്ടാകുമെന്ന് തോന്നുന്നു കുഞ്ഞേട്ടാ. അതാണ് ഞാൻ വിച്ചിനോട് തന്നെ വന്നേ പറ്റൂടെന്ന് വിളിച്ചു പറഞ്ഞത്. ശ്രീമുഖം ഇരുകൈകൊണ്ടും അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് കാരണം? നിന്റെ ഏടത്തി എങ്ങാനും എന്റെ കുഞ്ഞിനെ വലതും പറഞ്ഞിട്ടുണ്ടാവുമോ? ആശങ്കയുടെ ബാലു അവളെ നോക്കി. അതൊന്നും അല്ല കുഞ്ഞേട്ടാ. ശ്രീക്ക് അവന്റെ ഭാവം കാണാൻ ചിരി വന്നു. പിന്നെ ബാലു വീണ്ടും തിരക്കി. എന്റെ സംശയമാണ് കുഞ്ഞേട്ടാ, ഒട്ടും ഉറപ്പില്ല. പക്ഷെ അവളുടെ രീതികൾ കാണേ എനിക്കത് അങ്ങനെ തന്നെ ആകുമോ എന്നൊരു സംശയം. ബാലുന്റെ ചുമലിൽ തല ചായച്ചിരുന്നോണ്ട് ശ്രീ പറഞ്ഞു. വെറുതെ എന്നെ ടെൻഷൻ ആക്കാത്ത കാര്യം എന്തെന്ന് തെളിച്ചു പറയും ശ്രീ. അവളുടെ മുഖം പിടിച്ച് തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് ബാലു ചോദിച്ചു. അത് അമ്മൂട്ടി, നമ്മുടെ കുഞ്ഞ് ഒരമ്മയാവാൻ പോകുവാണോ എന്നെനിക്കൊരു സംശയം. വിടർന്നു പോയൊരു ചിരിയുടെ ശ്രീകുട്ടി പറഞ്ഞു. സത്യമാണോ ശ്രീ എന്റെ മോള്? ബാലുവിന്റെ ശബ്ദം വിറച്ചുപോയി. ഞാൻ പറഞ്ഞില്ലേ എന്റെ സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ വിച്ചിനെ നിർബന്ധമായിട്ടും വിളിച്ചു വരുത്തുന്നത്. ബാലുവിന്റെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഈ രാത്രി അവൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരേണ്ടതല്ലേ? ബാലുവിന് വിഷമം തോന്നി. അതൊന്നും സാരില്ല കുഞ്ഞേട്ടാ. നാളെ വിച്ചനില്ലാതെ നമ്മൾ കൊണ്ടുപോയാൽ പോസിറ്റീവ് ആണെങ്കിൽ ആ സന്തോഷത്തിലും ഇതിലും കൂടുതൽ കരയും അവൾ. അതിലും നല്ലതല്ലേ വിച്ചൻ കൂടെ ഉള്ളത്. അവളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളിലും വിച്ചൻ കൂടെ വേണം കുഞ്ഞേട്ടാ. അത് അവളെപ്പോലെ തന്നെ എൻ്റെ ആഗ്രഹമാണ്. അതുപോലെ അവനൊരു അച്ഛനാകാൻ പോകുന്നു എന്നറിയുമ്പോൾ അമ്മൂട്ടിയുടെ കൂടെ ഉണ്ടാവണമെന്ന് വിച്ചന് മോഹം ഉണ്ടാകും.
ഒരുപാട് ദൂരമൊന്നും അല്ലല്ലോ, 2 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരമല്ലേ ഉള്ളൂ. അവൻ വരട്ടെ. ശ്രീ പറഞ്ഞു നിർത്തി നിമിഷം തന്നെ പുറത്ത് വിച്ചിന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടു. പുറത്ത് വിച്ചിന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും ബാലു വന്ന് വാതിൽ തുറന്നു. എത്ര തിരക്കാണെങ്കിലും ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് വന്നു പോയിക്കൂടെ വിച്ച? വാതിൽക്ക് നിന്ന ബാലുവിനൊപ്പം അകത്തേക്ക് കയറി വന്നവരോട് ശ്രീ തിരക്കി. അവന്റെ തിരക്ക് നമുക്ക് അറിയാത്തതാണ് ശ്രീയെ. വാതിലടച്ച് പൂട്ടി വന്ന ബാലു വിച്ചിന്റെ മങ്ങിയ മുഖം കാണെ ശ്രീയെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് ചോദിച്ചു. അപ്പോ ഈ തിരക്കുള്ള ഓഫീസർമാർക്കൊക്കെ വീടും കുടുംബവും ഒന്നും വേണ്ടേ? ഇവരാരും കുടുംബത്തും പോവാറില്ലേ? കൈ കെട്ടി വിച്ചന് മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു ശ്രീ. മാമി, ഞാൻ വിച്ച. വിച്ചൻ എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും ബാലു വിളിക്കുന്ന കിളക്കി മുഖം തിരിച്ച് അവനെ നോക്കി. നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ലെങ്കിൽ കഴിച്ചിട്ട് അമ്മൂട്ടിക്ക് അടുത്തേക്ക് ചെല്ല്. അവന് തോളിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞു ബാലു. ഞാൻ കഴിച്ചതാണ്. രണ്ടാളെയും ഒന്ന് നോക്കി പറഞ്ഞിട്ട് അവൻ ഭാഗമായി അമ്മൂട്ടിയുടെ മുറിയിലേക്ക് നടന്നു. വിച്ച, നാളെ രാവിലെ അമ്മൂട്ടിയും കൊണ്ട് നമുക്ക് ലിറ്റിൽ ഫ്ലവറിലൊന്ന് പോണം കേട്ടോ. നീ വേണം അവളോട് പറയാൻ. ചെറുചീരിയുടെ ശ്രീ പറയി വിച്ചൻ അന്തം വിട്ടതുപോലെ മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കി. ലിറ്റിൽ ഫ്ലവർ അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ആശുപത്രിയാണ്. അതോർത്താണ് അവൻ പകുപ്പോടെ നിന്നു പോയത്. ചെലട ചെറുക്ക, എന്റെ കുഞ്ഞിപ്പോ ഉറങ്ങിയതേയിടും, അതിനെ വിളിച്ചുണർത്തണ്ട. ശ്രീ വീണ്ടും പറഞ്ഞതോടെ എന്തൊക്കെയോ ആലോചനയുടെ വിച്ചൻ മുറിയിൽ കയറി വാതിലടച്ചു. മുറിക്കുള്ളിൽ കയറിവൻ വീട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അമ്മൂട്ടിയെ കാണേ ബാഗ് ടേബിൾ വെച്ചിട്ട് അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു. ഒരു വശം ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നവളെ മെല്ലെ നിവർത്തി കിടത്തി വിച്ചൻ. വാടിത്തളർന്ന ആ മുഖം കാണി അവന്റെ നെഞ്ചു പിടഞ്ഞു. ആകെ മെലിഞ്ഞു നീണ്ട് മുഖമാകെ വിളറ് വെളുത്ത പോലെ എപ്പോഴും തൊടുത്തിരുന്ന ആ കവിളക്കെ ഒട്ടിപ്പോയിരിക്കണം. എന്തൊരു കോലാണ് അമ്മൂട്ടിത്. അവളെ നെഞ്ചിലേക്ക് വരിഞ്ഞു ചേർത്ത് മുഖമാകെ ഉമ്മ വയ്ക്കുമ്പോൾ വിച്ചന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. വിച്ചേട്ടാ, നേർത്ത ശബ്ദത്തിൽ വിളിച്ചുകൊണ്ടവൾ അവനെ നെഞ്ചോരം പതുങ്ങി ചേർന്നു. അവൾ ഉണർന്നോ എന്ന ചിന്തയിൽ ആ മുഖം മേലിന്ന് അടർത്തി മാറ്റി നോക്കി വിച്ചൻ. ഇല്ല, ഗാഢമായ ഉറക്കത്തിൽ തന്നെയാണ്. ആ ഉറക്കത്തിലും അവൾ തന്നെ തേടുന്നുണ്ടെന്ന് ഓർത്തപ്പോൾ വിച്ചന് വല്ലാതെ വേദനിച്ചു. എന്റെ അമ്മൂട്ടി ചേച്ചിയെ, നമ്മുടെ സ്വത്തുമണി വന്നിട്ടുണ്ടാവോടാ. നമ്മുടെ പൊന്നൂട്ടിയാണോ എന്റെ അമ്മൂട്ടിയെ ഇങ്ങനെ വലയ്ക്കുന്നത്? ഇടം കൈയിൽ അവളെ പൊതിഞ്ഞു പിടിച്ച് വലം കൈ കൊണ്ട് ആ ഒതുങ്ങിയ കുഞ്ഞു വയറിൽ തലോടി ചോദിച്ചുകൊണ്ട് വിച്ചൻ അവളെ കവിളിൽ മൃദുവായി ചുണ്ടു ചേർത്തു. അമ്മൂട്ടി, എടാ കണ്ണു തുറന്നേ. വിച്ചേടം വന്നത് എന്റെ അമ്മൂട്ടി ചേച്ചി അറിഞ്ഞില്ലല്ലോ ഇതുവരെ. 7 മണി കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിൽ കിടന്നവളെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചിൽ അമർത്തി വെച്ചുകൊണ്ട് വിച്ചൻ പറഞ്ഞു. അവന്റെ വർത്തമാനം കേട്ട് കണ്ണെന്ന ചിമ്മ പെണ്ണ് ഒന്ന് ഞെരിപിരി കൊണ്ട ശേഷം വീണ്ടും അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് ഉറക്കാൻ തുടർന്നു. അമ്മൂട്ടിയെ ബെഡിലേക്ക് അവളെ ചായച്ചു കിടത്തി ആ കഴുത്തിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് വിളിച്ചും വിളിച്ചു. സ്വപ്നം കണ്ടെന്ന വണ്ണം അവൾ ഞെട്ടി കണ്ണ് തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ. വിച്ചേട്ടാ. കൺമുന്നിൽ അവനെ കാണേ വിശ്വാസം വരാതെ കണ്ണെന്ന് തിരുമ്മിക്കണ്ട് അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് കണ്ണ് നിറച്ചു വെച്ചവൾ വിളിച്ചു. എന്താടാ കുഞ്ഞാ? അവളെ വിളറി വെളുത്ത ചുണ്ടിലും കവളിലും വിരൽ ഓടിച്ചുകൊണ്ട് വിച്ചൻ ചോദിച്ചു. എന്നെ വേണ്ട വിച്ചേട്ടന്? എന്ന് കാണാൻ തോന്നിയില്ലേ ഇത്രയും ദിവസം? വിങ്ങി പൊട്ടിക്കൊണ്ട് അവൾ ചോദിക്കുന്ന കേട്ട് അവനൊന്ന് പിടഞ്ഞു. എന്റെ അമ്മൂട്ടി ചേച്ചിയെ വേണ്ടെന്ന് അവളെന്ന് കാണാൻ തോന്നിയില്ലേന്ന്? അത് മാത്രമേ തോന്നിയുള്ളെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്റെ അമ്മൂട്ടിയെ ഞാൻ? അവളെ പൊതിഞ്ഞു പിടിച്ച് ആ കണ്ണുനീർ തന്നെ നെഞ്ചിലേക്ക് തന്നെ ഏറ്റുവാങ്ങുമ്പോൾ വിച്ചന്റെ കണ്ണുകളും നിറഞ്ഞു തൂവിപ്പോയി. അമ്മൂട്ടി മോളെ, ഇവിടെ നോക്കടാ. എന്തിനിങ്ങനെ കരയുന്നത്? വിച്ചന് ജീവനല്ലേടി നീ? ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടായിരുന്നെങ്കിൽ വിച്ചേട്ടൻ ഓടി വരുമെന്ന് നിനക്കറിയില്ലേ? ഇന്നലെ തന്നെ മാമി വിളിച്ചിട്ട് ഞാൻ ഉടനെ ഇങ്ങോട്ട് വന്നേ പറ്റൂന്ന് പറഞ്ഞപ്പോ ആരുടെയൊക്കെ കാല് പിടിച്ചിട്ടാണ് ഇന്നൊരു ദിവസം ലീവ് ഒപ്പിച്ചെന്നറിയോ? പറഞ്ഞു വന്നപ്പോ അവന് സങ്കടം വന്നു പോയിരുന്നു. അറിയാം, എനിക്കറിയാം വിച്ചേട്ടാ. ഞാനതൊക്കെ മനസ്സിലാക്കി വന്നതാണ്. പക്ഷെ എനിക്ക് രണ്ട് ദിവസമായി വിച്ചേട്ടനെ കാണാൻ വല്ലാതെ ആഗ്രഹം തോന്നുന്നു. സംസാരിക്കാൻ തോന്നുന്നു. പറ്റില്ലെന്ന് തോന്നുമ്പോൾ കരഞ്ഞു പോകുന്നുണ്ട്. ഒന്നും കഴിക്കാൻ പോലും പറ്റുന്നില്ല. ചിരിക്കാനും തോന്നുന്നില്ല. എപ്പോഴും ദേഷ്യവും കരച്ചിലും മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല വിച്ചേട്ടാ. വിച്ചനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വിങ്ങി അടക്കി പറഞ്ഞു അവൾ. അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് ആ കവിളിൽ ഒഴുകി പരന്ന കണ്ണുനീർ നനവ് തുടച്ചു മാറ്റിക്കൊണ്ട് വിച്ചൻ ചോദിച്ചു. ഡോക്ടറെ കാണാനോ? അപ്പൊ എനിക്കെന്തെങ്കിലും അസുഖമാണെന്നാണോ വിച്ചേട്ടാ? അമ്മൂട്ടി വല്ലായ്മയുടെ അവനെ നോക്കി. അയ്യേ, അമ്മൂട്ടി ചേച്ചിക്ക് അസുഖമൊന്നുമില്ല. പക്ഷേ ഈ കരച്ചിൽ വരുന്നതും ആഹാരം വേണ്ടാതെ ആകുന്നതുമൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ നമുക്ക്? ചോദിച്ചുകൊണ്ട് വിച്ചൻ അവളെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോരം ചേർത്തു കവളിൽ അമർത്തി മുത്തി. അവൾ വേണമെന്ന പോലെ മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് അവന്റെ കയ്യിൽ നിന്നും അടർന്നു മാറി വീട്ടിലേക്ക് എഴുന്നേറ്റിരുന്നു.
എന്നാൽ പിന്നെ വിച്ചേട്ടൻ്റെ അമ്മൂട്ടി ചേച്ചി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് രാവിലെ തന്നെ പോയേക്കാം. അവൾക്കൊപ്പം എഴുന്നേറ്റവൻ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് മടിയിലിരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ വേഗം പോയി പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് വരാൻ വെച്ചേടാ, നമുക്ക് ഡോക്ടറെ കാണാൻ പോകണ്ടേ. അവൻ്റെ മടിയിലും ഊർന്നിറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് അമ്മൂട്ടി പറഞ്ഞു, അതൊക്കെ പോകാലോ പറഞ്ഞുകൊണ്ട് അവൻ ആ മുഖം തൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചു. വേണ്ട വേണ്ട വിച്ചേട്ടാ, ഞാൻ പല്ല് തേച്ചിട്ടില്ല. അവൻ്റെ നോട്ടം തന്നെ ചുണ്ടിലാണെന്ന് അറിയിച്ച അമ്മലോടെ അവൾ പറഞ്ഞു. വിച്ചേട്ടൻ തേച്ചില്ലല്ലോ. വിച്ചൻ കുറുമ്പോടെ പറഞ്ഞിട്ട് ഇടത് കൈ കണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ച് മുഖം താഴ്ത്തി ആ വരണ്ടുപോയ ചൊടികൾ നാവുകൊണ്ടെന്ന് നനച്ചു മെല്ലെ നിന്ന് നുണഞ്ഞു. ഒരു നിമിഷം അങ്ങനെ ഇരുന്നവൻ അടുത്ത നിമിഷം ആ ചുണ്ടുകളെ ആഴത്തിൽ നുണഞ്ഞു തുടങ്ങി. ഒപ്പം അവൻ്റെ വലത് കൈ അവളുടെ ടോപ്പിനിടയിലൂടെ നഗ്നമായ വയറിൽ മൃദുവായി തലോടിക്കൊണ്ടിരുന്നു. ഗൈനക്കോളജിസ്റ്റ് സീതലക്ഷ്മിയുടെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ നിമിഷം വിച്ചൻ അമ്മൂട്ടെ ചേർത്ത് പിടിച്ച് നെറ്റിയിലും കവിളിലും മാറി മാറി നോക്കുന്നു. അല്പം മറിഞ്ഞ ബാലുവും ശ്രീയും സന്തോഷത്തോടെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചെങ്കിൽ ഡോക്ടറെ കാണാനായി കാത്തിരിക്കുന്നവരിൽ ചിലർ നാണത്തോടെ പുഞ്ചിരിച്ചു, മറ്റു ചിലർ നിറഞ്ഞ സന്തോഷത്തോടെ ആ കാഴ്ച നോക്കിയിരുന്നു. ഡോക്ടർ എന്തു പറഞ്ഞു വെച്ചാൽ, രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഈ കുഞ്ഞേട്ട സമ്മതിക്കാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ഞാനും കൂടെ കയറി വന്നേനെ. അമ്മൂട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നതും ഒരമ്മയുടെ ആകൃതിയോടെ ശ്രീ തിരക്കി. നിലവിൽ ഒരു കുഴപ്പമില്ല, അമ്മയും കുഞ്ഞും ഇപ്പോൾ ഹെൽത്തിയാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. നല്ലോണം ഫുഡ് കഴിക്കണം, നിറയെ വെള്ളം കുടിക്കണം, അതുപോലെ അയൺ സപ്ലിമെന്റ് മുടങ്ങാതെ കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കണം. ഇത്രയൊക്കെ പറഞ്ഞോളൂ. അവൾ നിന്നും പിടിവിടാതെ പൊതിഞ്ഞു പിടിച്ചെന്ന് ചെറുചീരിയോടെ വിച്ചൻ പറഞ്ഞു. വിച്ചൻ പറയുന്നത് ശ്രദ്ധിച്ച് വിടർന്ന മിഴികളോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മൂട്ടിയെ ബാലു നിറം മിഴിയോടെ നോക്കി നിൽക്കുന്നത് കാണി വിച്ചനെ കണ്ണു കാണിച്ചു ശ്രീയെ. മാമ. അമ്മൂട്ടിയെ ബാലുവിന് നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് വിച്ചൻ മെല്ലെ വിളിച്ചു. ബാലു അമ്മൂട്ടി പൊതിഞ്ഞു പിടിച്ച് നെറ്റിൽ മുകർന്നുണ്ടെന്ന് മൂളി. എന്തിനാ മാമ സങ്കടം? ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? ബാലുവിന്റെ നനവൂറി നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി വിച്ചൻ തിരക്കി. എന്താച്ചേ, എന്തിനാ കണ്ണു നിറഞ്ഞേ? വിച്ചൻ ചോദിച്ചതിന് ബാലു മറുപടി പറയും മുൻപേ അയാൾ നിറഞ്ഞ തുളുമ്പിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അമ്മൂട്ടിയും ചോദിച്ചു. സങ്കടമല്ലട കുഞ്ഞെ, സന്തോഷമാണ്. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഒരമ്മയാവാൻ പോകുന്നെന്ന് അച്ഛയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ അമ്മ പറഞ്ഞപ്പോഴും എനിക്ക് വിശ്വാസം പോരായിരുന്നു. ഇന്നിതാ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു വന്നപ്പോഴുള്ള നിങ്ങളെ രണ്ടിൻ്റെയും മുഖത്തെ ഈ സന്തോഷം കണ്ടപ്പോഴാണ് അച്ഛയ്ക്ക് വിശ്വാസമായത്. ഇപ്പോൾ ഈ നിമിഷം ഈ ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന ആൾ ചിലപ്പോൾ അച്ഛയാവും അമ്മൂട്ടി. അവളെയും പൊതിഞ്ഞു പിടിച്ച് വീണ്ടും വീണ്ടും നെറ്റിയിൽ മുകർന്നുകൊണ്ട് ബാലു പറയേ കേട്ടുന്ന വിച്ചന്റെയും ശ്രീയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? വീട്ടിലേക്ക് പോകണ്ടേ കുഞ്ഞേട്ടാ? അച്ഛൻ്റെയും മോളുടെയും സന്തോഷ കണ്ണീർ വീഴ്ത്തിയുള്ള നിൽപ്പ് കണ്ട് ശ്രീ ചിരിയോടെ തിരക്കി. അച്ഛനെയും അമ്മയും ഉണ്ണിയും വിളിച്ച് അറിയിക്കുന്നില്ല വിച്ച. വീട്ടിലേക്ക് കയറുന്നതിനിടെ അച്ചുട്ടി വിളിച്ച് ശ്രീ കാര്യം പറയുന്നിടയിൽ ബാലു അവനോട് പറഞ്ഞു. പറയണം. ആലോചനയുടെ വിച്ചൻ പറഞ്ഞു. നീ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോയി പറയണം വിച്ച. ഫോൺ വിളിച്ച് പറയാൻ നിൽക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ പെറ്റമ്മയാണ്. അമ്മൂട്ടി അവർ അംഗീകരിച്ചില്ലെങ്കിലും നീ എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് ജീവനാണ്. അതിപ്പോ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടാലും പിണങ്ങിയിരുന്നാലും ഒന്നും അതിൽ മാറ്റം വരാൻ പോകുന്നില്ല. അച്ഛനോടും അമ്മയോടും ഇനിയും വാശിയൊന്നും വേണ്ട മോനെ. കഴിഞ്ഞു പോയ എന്തൊക്കെ നോവ് ഓർമ്മകളിൽ മുഴുകിയെന്നാണ് ബാലു പറഞ്ഞു. ഞാൻ പോകാം. മടിയോടെ ആണെങ്കിലും വിച്ചൻ പറഞ്ഞു. അവന്റെ മുഖത്തെ വാട്ടം കാണി അമ്മൂട്ടിക്ക് വല്ലായ്മ തോന്നി. വിച്ചേട്ടൻ വീട്ടിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമല്ലേ? ആശാന്റെ നമ്മുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നല്ലേ വിച്ചേട്ടൻ പറഞ്ഞത്? ഇഷ്ടക്കിടക്കം മാറ്റി വെച്ച് നേരിട്ട് തന്നെ പോയി പറയണം. എന്നോടല്ലേ ആന്റിക്ക് ഇഷ്ടമില്ലാതെ ഉള്ളൂ, കുഞ്ഞിനോടുണ്ടാവില്ല. ആന്റിയുടെ പൊന്നുമോന്റെ കുഞ്ഞല്ലേ. മുറിയിൽ കയറി വന്ന പാടെ അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിൽ ചുണ്ടമർത്തിന്നുകൊണ്ട് കുഞ്ഞൊരു ചീരിയോടെ അവൾ പറഞ്ഞു. അങ്ങനെ നമ്മുടെ കുഞ്ഞിനെ മാത്രമായിട്ട് ആരും അംഗീകരിക്കണ്ട. നമ്മളെ മൂന്നാളെയും ഒരുമിച്ച് എപ്പോൾ വേണം എന്ന് അമ്മയ്ക്ക് തോന്നോ അന്നേ ആ വീട്ടിൽ എൻ്റെ പെണ്ണും കുഞ്ഞും കടന്നു ചെല്ലും. അല്ലട സുത്തുമണി. അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നവൻ ആ ടോപ്പ് ഉയർത്തി നഗ്നമായ ആ വയറിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് വിച്ചൻ പറഞ്ഞു. നമുക്ക് ആരോടും പിണക്കം വേണ്ട വിച്ചേട്ടാ. അവന്റെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പറയുമ്പോൾ അമ്മൂട്ടിക്ക് സങ്കടം എന്തിനോ തോന്നുന്നുണ്ടായിരുന്നു. വിച്ചൻ ആശയെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് പോവുകയോ അവരെ നേരിൽ കാണുകയോ ചെയ്യാത്തതിനെ ഓർത്താണ് എന്ന് അമ്മൂട്ടിക്കറിയാം. അതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശയുടെ അവസ്ഥയും ഉണ്ണിയും ശ്രീകുമാറും ഒക്കെ പറഞ്ഞ് അവൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിച്ചൻ വീട്ടിലേക്ക് പോകണമെന്നും ആശയെ കാണണമെന്നും അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇനിയും ഈ കണ്ണിങ്ങനെ നിറച്ച് എൻ്റെ കുഞ്ഞിനെ കൂടെ ഇതുപോലെ ആക്കുവോ അമ്മൂട്ടി ചേച്ചി നീ? അവളെ ചുണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ട് വിച്ചൻ ചോദിച്ചു. പെണ്ണതിന് മറുപടി പറയാതെ വിച്ചനെ കൂർപ്പിച്ച് നോക്കിയതേയുള്ളൂ. എങ്ങനെ നോക്കല്ലേ അമ്മൂട്ടി ചേച്ചി? നിന്റെ വിച്ചേണ് ഏതാണ്ടൊക്കെ തോന്നുന്നുണ്ട് പനെ. അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി അടുത്തേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു വിച്ചൻ.
എപ്പോഴാ വിജയടാ വീട്ടിലേക്ക് പോകുന്നത്? ഉച്ചയ്ക്ക് ശേഷം പോകാം. അവളെ ചോദ്യത്തിന് ആ വയറിൽ മൃദുവായി തലോടിക്കൊണ്ട് അവൻ മറുപടി പറഞ്ഞു. ഞാനും കൂടെ വരണോ? വയറിൽ തഴുകി തലോടി പോകുന്ന അവൻ്റെ കൈക്ക് മേലെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ തിരക്കി. വേണ്ട, നിനക്ക് ഇങ്ങോട്ട് വന്നോടെ അമ്മൂട്ടി, ഇത് നിന്റെ കൂടെ വിടലേ എന്ന് എൻ്റെ അമ്മ മനസ്സോടെ ചോദിക്കുന്നോ, അന്ന് എൻ്റെ അമ്മൂട്ടിയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അമ്മൂട്ടി മാത്രമല്ല, നമ്മുടെ സ്വത്ത് പണിയെ. അത് മതി അമ്മൂട്ടി, അങ്ങനെ മതി. അവൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അതേ ഇഷ്ടത്തോടെ പറഞ്ഞുകൊണ്ട് കൊതിയോടെ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞെടുത്തു വിജയൻ.